وقال إنني من المسلمين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ദുനിയാവിലേക്ക് അവന്റെ ഉദ്ദേശപ്രകാരം അല്ലാഹു നമ്മളെ യാത്രയാക്കിയതാണ്. നമ്മളാരും സ്വന്തം ഇഷ്ടപ്രകാരം ഈ ദുനിയാവിലേക്ക് വന്നവരല്ല. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മശിയത്തുമായി ബന്ധപ്പെടുത്തി അല്ലാഹു ദുനിയാവിലേക്ക് നമ്മളെ യാത്രയാക്കിയതാണ്. നാം എല്ലാവരും ഒരു ദിവസം ഇവിടുന്ന് പിരിഞ്ഞു പോകും. നമ്മളുടെ യാത്ര എത്രത്തോളം സന്തോഷകരവും ആനന്ദകരവുമാക്കി തീർക്കാൻ സാധിക്കുമോ അവനാണ് ദുനിയാവിലെ ഏറ്റവും വലിയ വിജയി. ദുനിയാവിലുള്ള ഏറ്റവും വലിയ സന്തോഷവും വിജയവും അവന്റെ യാത്രയെ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഥവാ പോകുന്ന യാത്രയെങ്ങാനും അത് നന്നായി പോയിട്ടില്ല എങ്കിൽ അവനാണ് ദുനിയാവിൽ ഏറ്റവും വലിയ പരാജയപ്പെട്ട ആൾ. യാത്ര പോകുന്ന സമയത്ത് പരിശുദ്ധമായ കലിമ പറയാൻ സാധിച്ചിട്ടില്ല, അവനാണ് ഏറ്റവും വലിയ പരാജയപ്പെട്ട ആൾ. സഹോദരന്മാരെ, അതുകൊണ്ട് അടിമകളുടെ ജീവിതത്തിൽ, മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ, മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ലാഭകരവും ഏറ്റവും സന്തോഷിക്കേണ്ട വകയും അവന്റെ യാത്രയപ്പ് ഏറ്റവും നന്നായി തീരുക എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ സന്തോഷം ദുനിയാവിൽ മറ്റൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യം മനുഷ്യന് ബോധ്യമാകുന്നത് അവന്റെ മരണത്തിന് ശേഷമാണ്. ഞാൻ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട, ആനന്ദിക്കേണ്ട സമയം എന്റെ മരണമായിരുന്നു എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് മരണത്തിന്റെ സമയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടി ഞാനും നിങ്ങളും ഒക്കെ സംസാരിക്കുന്ന ചില ഭാഷകൾ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യൻ അവന്റെ മരണത്തിന് ശേഷം സംസാരിക്കുന്ന വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യപൂർവ്വം, അവന്റെ കരുണപൂർവ്വം നമ്മളെ നേരത്തെ അറിയിച്ചു തന്നിരിക്കുകയാണ്, നേരത്തെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഞാനും നിങ്ങളും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇത് ഞാൻ മറന്നു പോകാൻ പാടില്ല, നമ്മൾ ഓരോരുത്തരും മറന്നു പോകാൻ പാടില്ല. ഞാൻ ഒരു പക്ഷേ ഈ വാക്ക് പറയാൻ ചാൻസ് ഉണ്ട്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ വാക്ക് പറയാൻ ചാൻസ് ഉണ്ട് മരണത്തിന് ശേഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നേരത്തെ അത് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ പറയും, നിങ്ങൾ ഇങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശാഇന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ ഒഴിവ് സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ഈ സൂറത്ത് ഓതണം. ആ സൂറത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പറഞ്ഞത്, അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ലാ റൈബ ഫീഹി എന്നുള്ള തുടങ്ങുന്ന സൂറത്തു സജ്ദ അത് എല്ലാ ദിവസവും ഇത് ഓതണം. മഗ്രിബിന് ശേഷം ഖബറിന്റെ ആദാബുകളെ അല്ലാഹു എളുപ്പമാക്കി തീർക്കും. സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജ്ദ ഇത് രണ്ടും ഓതണം. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്, മനുഷ്യൻ അവന്റെ മരണത്തിന് ശേഷം സംസാരിക്കുന്ന വാക്കുകൾ അല്ലാഹു നമ്മൾ ആരെ കൊണ്ടും അങ്ങനെ പറയിപ്പിക്കാതിരിക്കട്ടെ. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ, നമ്മൾ ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ശരിക്കും യഥാർത്ഥത്തിൽ ഇത് മരിക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് ഇത് കാണുന്നത്. മാപ്പാക്കണം. എവിടുന്ന് പറയും? ആഖിറത്തിൽ വെച്ച് സംസാരിക്കും അടിമകൾ. റബ്ബനാ അബ്സർനാ വസമിഅനാ, ഇത് മുമ്പ് കുറെ കേട്ടിരുന്നു, പക്ഷെ അന്നേരം മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമുക്കിത് കേട്ടതുപോലെ ഉണ്ട്. വസമിഅനാ, അതുകൊണ്ട് അല്ലാഹുവേ ഫർജിഅനാ, ഒരല്പസമയം നമ്മളെ ദുനിയാവിലേക്ക് നീ നേരത്തെ യാത്രയാക്കിയതുപോലെ കുറച്ചും കൂടി നമ്മളെ ദുനിയാവിലേക്ക് വിട്ടുകളാം. ഫർജിഅനാ, ഒരു അടിമയുടെ അങ്ങേയറ്റത്തെ കേണപേക്ഷിക്കണം അല്ലാഹുവിനോട്. അല്ലാഹു നേരത്തെ പറഞ്ഞു തരികയാണ്, നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി തരികയാണ്, ഏ അടിമകളെ, എന്റെ സ്നേഹമുള്ള അടിമകളെ, വളരെ കരുണയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ കൂടി നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇപ്പൊ നമുക്ക് ഉറപ്പായി
ഭാഷയാണ് സംസാരം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഭാഷയിൽ അടിമകൾ സംസാരിക്കുന്ന സംസാരത്തെ കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് തരികയാണ്. നേരത്തെ മുന്നറിയിപ്പ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ കൂട്ടത്തിൽ മുഴുവൻ മുസ്ലിമീങ്ങളെയും അല്ലാഹു ഇങ്ങനെ പറയുന്നവരിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ ഭാഷ സംസാരിക്കാതിരിക്കാൻ ആർക്കെല്ലാം അവസരം കിട്ടിയോ അവരെല്ലാം വിജയികളാണ്. അവരെല്ലാം സന്തോഷിക്കുന്നവരാണെന്നുള്ള ആഖിറത്തിൽ. സഹോദരന്മാരെ, ഈ ഭാഷ സംസാരിക്കാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാൻ വേണ്ടി പറയും. നമ്മളുടെ ചിന്തകൾ, സഹോദരന്മാരെ, ഏറ്റവും വലിയൊരു ആപത്ത് നമുക്ക് നേരിടും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിശ്രമം ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദുനിയാവിലെ ബുദ്ധിമാൻ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് തയ്യാറാകുന്നവർ. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മളുടെ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് 2 ദിവസം ഇവിടെ പറയപ്പെട്ടത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടു, മനസ്സിലാക്കി. സഹോദരന്മാരെ, ഇതെല്ലാം അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിയത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആനിൽ എല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു പറയുകയാണ്, വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായിട്ടും മനുഷ്യനൊക്കെ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ആര് പറയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടി സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഓതിക്കേൽപ്പിക്കുന്ന സൂറത്ത് ഈ സൂറത്താണ്. ആദ്യമായിട്ട് പിന്നെ ഓതിക്കേൽപ്പിക്കുന്നത് ഇതാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇനി ഒരു സൂറത്തും ഇറക്കിയില്ല, ഒരു സൂറത്തും നമുക്ക് അവതരിപ്പിച്ചിട്ടില്ല. മനുഷ്യ ജീവിതത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി, അവന്റെ നല്ല ജീവിതത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് മറ്റൊന്നും കൽപ്പിച്ചിട്ടില്ല. ഈ സൂറത്ത് മാത്രമേ ഇറക്കിയിട്ടുള്ളെങ്കിൽ അത് മതിയായതാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എഴുതിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, മിക്കവാറും ഓരോ നമസ്കാരങ്ങളിൽ, മഗ്‌രിബ് നമസ്കാരങ്ങളിൽ ഒക്കെ നമ്മുടെ ഇമാമിന്റെ പിറകിൽ ഈ സൂറത്ത് കേൾക്കാൻ, വൽ അസ്ർ, എത്ര വലിയ മുന്നറിയിപ്പാണ്. വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെ സത്യം. കഴിഞ്ഞു കടന്ന മുഴുവൻ കാലഘട്ടവും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്ര സമുദായങ്ങൾ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടോ ആ മുഴുവൻ സമുദായത്തിന്റെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ എല്ലാം സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇതാ മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. സഹോദരന്മാരെ, നഷ്ടപ്പെടാതിരിക്കാൻ, പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ ചെയ്താൽ പരാജയത്തിൽ നിന്നും ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ വാഗ്ദാനം. 4 കാര്യങ്ങൾ ഉണ്ടായാൽ പരാജയത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഒഴിവാക്കാം. അല്ലെങ്കിൽ ഈ 4 കാര്യം ഏറ്റെടുക്കാത്ത മുഴുവൻ മനുഷ്യരും അവർ വലിയ നഷ്ടത്തിലും പരാജയത്തിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്. സഹോദരന്മാരെ, ഒന്നാമത്തെ കാര്യം എന്താ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, ഈമാനുള്ളവരൊഴികെ. ഈമാനുണ്ടോ അവരൊക്കെ രക്ഷപ്പെടും, ഈമാനില്ലേ അവരെല്ലാം പരാജയപ്പെടും. നാളെ ആഖിറത്തിലുള്ള ചോദ്യമാണിത്. വൻതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും മിക്കവാറും രാത്രികളിൽ ഈ സൂറത്തുകളും ഈ ആയത്തുകളും ഓതി, സൂറത്ത് യാസീൻ ഇത് ഓതിയിട്ട് എന്ത് ചെയ്യും? കരയും. രാവിലെ വരെ നിന്ന് നമസ്കരിക്കും. വൻതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അക്രമികൾ മാറി നിൽക്ക്, ഈമാനുള്ളവർ മാറി നിൽക്ക്. ഇത് ആഖിറത്തിന്റെ വേർതിരിക്കലാണ്. ആഖിറത്തിൽ വേർതിരിക്കും അടിമകളെ, മനുഷ്യന്മാരെ വേർതിരിക്കും. മൃഗങ്ങളോടെല്ലാം പറയും, കുന്തു തുറാബ, മണ്ണായി പോയിക്കോ. യഖൂലുൽ കാഫിറു, ഈ വേർതിരിക്കലിൽ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ, അല്ലാഹുവിന്റെ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയവർ പറയും, കാഫിരീങ്ങൾ പറയും, യാ ലൈതനി കുന്തു തുറാബ, ഞങ്ങളെയും നീ മണ്ണാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സഹോദരന്മാരെ, ഇതൊക്കെ നമുക്ക് വയതുപോലെ കേൾക്കാം, സംസാരിക്കാം. പക്ഷെ അവസ്ഥകൾ എത്ര ഗൗരവമേറിയതായിരിക്കും, ആ അവസ്ഥകൾ എത്ര ഗൗരവമേറിയതായിരിക്കും. മനുഷ്യൻ പറയും, മൃഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹിസാബുകളൊക്കെ പൂർത്തിയാക്കി മണ്ണാക്കി കഴിയും
അവസ്ഥ കണ്ടിട്ട് പറയും, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, യഖൂലുൽ കാഫിറു യാ ലൈതനി, എന്നെ നീ ആക്കിയിരുന്നെങ്കിൽ കുന്തു തുറാബ്, ഇവർ മണ്ണാക്കിയതുപോലെ നമ്മളെ ആക്കിയിരുന്നെങ്കിൽ എത്ര നന്നായി. സഹോദരന്മാരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുകയും വേദനിക്കുകയും കരയുകയും ചെയ്തതിനു വേണ്ടിയിട്ടാണ്. അതായത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങളെ, അക്രമികളെ, നിങ്ങൾ മാറുന്നില്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അക്രമികളിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. അല്ലാഹു നമ്മൾ ആരെയും അക്രമികളുടെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരെ മാറ്റി നിർത്തും. അല്ലാഹു നമ്മുടെ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് ഈമാനാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഉറപ്പ്. ആഖിറത്തിൽ ഒരാൾ യഖീൻ ഉണ്ടായിട്ട് കാര്യമില്ല. ആഖിറത്തിൽ ഒരാൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഉറപ്പ് വന്നിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നേരെ മറിച്ച് ദുനിയാവിൽ നിന്നും യഖീൻ വന്നാലോ സഹോദരന്മാരെ, ദുനിയാവിന്റെ ദുരിതങ്ങൾ, ദുനിയാവിന്റെ വിഷമങ്ങൾ അവന് വലിയ രസമായിട്ട് തോന്നും. ഒരാൾക്ക്, ഒരു അടിമക്ക് അല്ലാഹുവിനോടുള്ള ഉറപ്പ്, അല്ലാഹുവിന്റെ ഉറപ്പാണ്, അവനാണ് എന്നെ പരിപാലിക്കുന്നത്, അവനാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഉറപ്പ് ഹൃദയത്തിൽ വന്നാൽ അവനിക്ക് പിന്നെ എല്ലാം സുഖമായിട്ട് തോന്നും, എല്ലാം രസമായിട്ട് തോന്നും. എന്ത് വന്നാലും അവന്റെ ഭാഷയും അവന്റെ സംസാരവും എന്തായിരിക്കും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ. എന്ത് വിഷമം വന്നാലും, എത്ര പ്രയാസത്തിന്റെ നടുക്കായാലും അവൻ പറയും ഇന്നാ ലില്ലാഹ്, എല്ലാം അല്ലാഹു തന്നതാണ്, വ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്കാണ് എന്റെ മടക്കം, വേറൊരു പരിപാടിയില്ല, എല്ലാം അല്ലാഹുവാണ്, എന്റെ മടക്കവും അല്ലാഹുവിലേക്കാണ്. പിന്നെ എനിക്ക് ദുനിയാവിൽ എന്ത് വിഷമം, എന്റെ പ്രയാസങ്ങൾ, എന്റെ വിഷമങ്ങൾ. സഹോദരന്മാരെ, സഹാബാക്കളുടെ ജീവിതത്തിൽ അവർ യഖീനിനെ തെരഞ്ഞെടുത്തു. എന്തിനാണ് അവർ തെരഞ്ഞെടുത്തത്? ഉറപ്പിനെ തെരഞ്ഞെടുത്തു. അവർ അല്ലാഹുവിനുള്ള ഉറപ്പിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തെ രസമാക്കി മാറ്റിക്കൊടുത്തു. ജീവിതം അവർക്ക് രസം, ജീവിതം അവർക്ക് സന്തോഷം. സഹോദരന്മാരെ, വലിയ മുഹഖിഖീങ്ങളായ, വളരെ കിതാബുകളിൽ വളരെ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ സഹാബാക്കളുടെ സംഭവങ്ങളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിക്കും. ബിലാൽ ഇബ്നു റവാഹ ഒരു ഹബശിയായ അടിമ, കാണാൻ ഭംഗിയില്ലാത്ത മനുഷ്യൻ, ഒരു നിലയിലും ഒരാളും അംഗീകരിക്കാത്ത വ്യക്തിത്വം. കാരണം അടിമയുടെ കൂട്ടത്തിൽ വന്നതാണ്, ആഫ്രിക്കൻ വനഗണങ്ങളിൽ നിന്ന് വന്നതാണ്, പിടിച്ചുകൊണ്ടുവന്നതാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. സഹോദരന്മാരെ, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരു കാര്യത്തെ തെരഞ്ഞെടുത്തു. അതെന്താണ് കാര്യം? ഈമാനിനെ തെരഞ്ഞെടുത്തു, അല്ലാഹുവിനുള്ള ഉറപ്പിനെ തെരഞ്ഞെടുത്തു, അല്ലാഹുവിൽ വിശ്വസിച്ചു. സഹോദരനെ, വിശ്വസിച്ചപ്പം തന്നെ വരുന്നത് കഷ്ടപ്പാട്, വിഷമാണ്, പ്രയാസമാണ്. അല്ലാഹു അക്ബർ. ഉമയ്യത്ത് ബിൻ ഖലഫും കൂട്ടരും ബിലാലിനെ ഉപദ്രവിച്ച ഉപദ്രവങ്ങൾ എല്ലാ വയലുകളും നമ്മൾ കേൾക്കുന്നതാണ്, എല്ലാ സമയത്തും നമ്മൾ സംസാരിക്കുന്നതാണ്, അത് നമ്മൾ സ്മരിക്കുന്നതാണ് എപ്പോഴും. സഹോദരന്മാരെ, ഇത്രയും വലിയ പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും സന്ദർഭത്തിൽ ഉലമാക്കൾ എഴുതുന്നുണ്ട്, ആ പ്രയാസങ്ങളും ആ രസങ്ങളും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിനുള്ള ഉറപ്പ് വന്നപ്പോൾ എപ്രകാരം തീക്കുണ്ടാരത്തിലിട്ട് ആ തീക്കുണ്ടാരത്തിൽ നിന്നും എത്ര നല്ല ആസ്വാദനം ആസ്വദിച്ചോ അതേ ആസ്വാദനം ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മണലായുധത്തിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, ആ രസം നൽകി. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. ദുനിയാവിൽ യഥാർത്ഥ ഈമാനും യഥാർത്ഥ വിശ്വാസവും ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ രസാനുഭൂതിയിലേക്ക് വരും. പിന്നെ അവന് രസമാണ്, ഒരു വിഷമോ അവന് വിഷമായിട്ട് എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത്. എത്ര വലിയ മുസീബത്തൊന്നുമില്ല. അല്ലാഹ് സഹോദരൻ, അല്ലാഹ് തന്നെ ഖുർആൻ ശരീഫിൽ കൂടി പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നതെന്ന് അറിയുമ്പോൾ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥ ഖദർ, യഥാർത്ഥ വിശ്വാസം അല്ലാഹുവിൽ ആക്കിത്തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വലിയ പ്രയാസം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി, അതുപോലെ നിങ്ങൾക്ക് വലിയ അമിതമായ സന്തോഷം വരുമ്പോൾ നിങ്ങൾ അമിതമായിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി, അമിതമായ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി. വളരെ അമിതമായ ആഹ്ലാദം വന്നാൽ മരിച്ചു പോകും മനുഷ്യൻ. അമിതമായ ആഹ്ലാദം വന്നാൽ മരിച്ചു പോകും. അത്ഭുതകരമായ വാർത്തകൾ കേട്ടിട്ട് എത്ര പേര് മരിച്ചു പോകും ദുനിയാവിൽ. വലിയ വിഷമം വന്നാലും മരിച്ചു പോകും, വലിയ വിഷമം വന്നാലും മരിച്ചു പോകും.
തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. എന്റെ കിതാബുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. സഹോദരന്മാരെ, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഈ കാര്യത്തെ ഏറ്റെടുത്തു. ഏത് കാര്യം? ശ്രദ്ധിച്ചു കേൾക്കണം. ഏത് കാര്യം ഏറ്റെടുത്തത്? ഇല്ലല്ലദീന ആമനു, വിശ്വാസത്തെ ഏറ്റെടുത്തു. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ചാട്ടവാറുകൾ കൊണ്ട് പ്രഹരിക്കപ്പെട്ടു. വലിയ പ്രയാസം അനുഭവിച്ചു, വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ബുദ്ധിമുട്ടിന്റെ സമയത്തൊക്കെ ഒരു നല്ലൊരു ഈണം ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന് നല്ലൊരു ഈണം. ഏത് ഈണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് മിൻജനീക് എന്ന് പറയുന്ന അത്യത്ഭുതകരമായ ആയുധങ്ങളെ ഉപയോഗിച്ച് ഫിർഔൻ അല്ല നമ്രൂദ് തട്ടിയപ്പോൾ, തീക്കുണ്ടാരത്തിൽ തട്ടിയപ്പോൾ വന്ന വാക്ക് അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി, നീയാണ് എന്റെ രക്ഷിതാവ്, നീയാണ് എന്റെ അൻത വാഹിദുൻ ഫിസ് സമാ, നീ ആകാശത്തിൽ ഏകനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഷയാണ്. അൻത ഫിസ് സമാഇ വാഹിദ്, നീ ആകാശത്തിൽ ഏകനാണ്. വഅന ഫിൽ അർളി വാഹിദുൻ അഅബുദുക്, നിന്നെ ഭൂമിയിൽ ആരാധിക്കുന്നവരിൽ ഞാനിപ്പോ ഏകനായിട്ടാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ഭൂമിയിൽ ഏകനാണ്. അതുകൊണ്ട് ഹസ്ബുനല്ലാഹ്, നീയാണ് എനിക്ക് മതിയായവൻ, നീയാണ് എനിക്ക് മതിയായവൻ, നിന്നെ മാത്രമേ വരവേൽക്കാൻ എനിക്ക് പറ്റുള്ളൂ, വേറെ വഴിയില്ല. സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തീയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എയർ കണ്ടീഷൻ ആക്കി കൊടുത്തു. ഇബ്രാഹിം നബി എയർ കണ്ടീഷൻ ആക്കി കൊടുത്തു. പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ സംഭവങ്ങൾ അടങ്ങുന്ന ആയത്തുകളെ വിശദീകരിക്കുന്ന ഒരു കിതാബ് തന്നെ ഖസസുൽ അംബിയാ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, സഹിഹായ റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്, എത്ര വലിയ സന്തോഷകരമായ അവസ്ഥ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകി എന്ന് വെച്ചാൽ എത്ര വലിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഞാൻ ആ തീക്കുണ്ടാരത്തിൽ കഴിഞ്ഞുകൂടിയ 40 or 50 ദിവസം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രസാനുഭൂതി കിട്ടിയ ദിവസമായിരുന്നു. അങ്ങനത്തെ ഒരു രസാനുഭൂതി എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. ആ രംഗം കണ്ടിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ആ രംഗം കണ്ടിട്ട് വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്ന ആരാധിക്കുന്ന പിതാവായ ആസർ പറഞ്ഞു, ഓ നിയമ റബ്ബുക റബ്ബുക ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബ് എത്ര നല്ല റബ്ബ്, എത്ര നല്ല സംരക്ഷകൻ. 40 വർഷം അതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു രോഗം പോലും കഴിഞ്ഞിട്ടില്ല. എത്ര സന്തോഷത്തോടുകൂടിയാണ് അവൻ എഴുന്നേറ്റ് വരുന്നത്. എത്ര നല്ല റബ്ബ്. സഹോദരന്മാരെ, അതാണ് എന്റെ നിങ്ങളുടെ റബ്ബ്. ആസറാണ്, ഈമാനില്ലായിരുന്നു. പക്ഷേ ആസർ പറഞ്ഞ വാക്ക് നബി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുക. എത്ര നല്ല റബ്ബ്. സഹോദരന്മാരെ, ഈ റബ്ബിനുള്ള ഉറപ്പ് ബിലാൽ റളിയല്ലാഹു അൻഹു കിട്ടിയപ്പോൾ ഉലമാക്കൾ എഴുതുകയാണ്, ഈ കുണ്ടാരത്തിൽ എത്ര വലിയ രസം അനുഭവിച്ചു, അതേപോലെയുള്ള രസം ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പ്രയാസത്തിന്റെ നടുവിൽ, ബുദ്ധിമുട്ടിന്റെ നടുവിൽ ഏറ്റവും വലിയ സന്തോഷം വരുന്ന വാക്കിനൊക്കെ എന്താണെന്നറിയോ? ഈ പ്രയാസപ്പെടുത്തുന്ന എന്തിനാ? ബിലാലിനെ എന്തിനാ പ്രയാസപ്പെടുത്തിയത്? പറ, ബിലാലിനെ എന്തിനാ പ്രയാസപ്പെടുത്തിയത്? ബിലാലെ, നീ അംഗീകരിക്കുന്ന റബ്ബിൽ നിന്നും നീ മാറണം. അത് നിന്റെ റബ്ബല്ല, നിന്റെ റബ്ബ് ലാത്തിയും ഉസ്സയുമാണ്. നീ അംഗീകരിക്കേണ്ടത് ഈ റബ്ബിനെയാണ്. നീ ഇതൊന്നും മാറിയേ പറ്റുള്ളൂ. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ റബ്ബിൽ നിന്നും ആ റബ്ബിനെയാണ് നീ അനുസരിക്കേണ്ടത്. നീ അതൊന്നും മാറണം. ചാട്ടവാറ് കൊണ്ടുള്ള പ്രഹരം. സഹോദരന്മാരെ, അതൊരു രസമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാറും. നമ്മൾ പെട്ടെന്ന് മാറിക്കളയും. നമ്മൾ പറയും, ഓ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റൂല, നിങ്ങൾ എന്താണോ പറയുന്നത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. സഹോദരൻ, രസമായാലോ? ഉലമാക്കൾ കിതാബുകളിൽ എഴുതുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എങ്ങനെ രസം അനുഭവിച്ചോ അതേപോലെ വാക്കുകൾ തന്നെ എന്താണ്? അഹദ്. ഓ മാഷാ അല്ലാഹ്, അഹദ് ഇല്ല, നിന്റെ ചാട്ടവാറിന്റെ പ്രഹരം എനിക്ക് രസമായിട്ട് തോന്നുന്നു ബിലാൽ. നീ എന്നെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കിടത്തുമ്പോഴും എനിക്കിത് രസമായിട്ട് തോന്നുന്നു. അഹദ്, ഞാൻ അംഗീകരിക്കുന്ന എന്റെ റബ്ബ് അവൻ ഏകനാണ്. ഹസ്ബുനല്ലാഹ്, എനിക്ക് ആ റബ്ബ് മതിയായവനാണ്. ഉറപ്പിച്ചു. സഹോദരന്മാരെ, അഥവാ ആ സമയത്ത് ബിലാലിന്റെ വിശ്വാസമെങ്ങാനും യക്കീനെങ്ങാനും ഉറപ്പെങ്ങാനും തെറ്റിപ്പോയിരുന്നെങ്കിലോ? സഹോദരന്മാരെ, ലോകത്തൊരു മനുഷ്യർക്കും കൊടുക്കാത്ത, ലോകത്ത് സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു ബിലാൽ റളിയല്ലാഹു അൻഹു നൽകി. ആ
ഭാഗത്ത് എത്ര വലുതാണ്. സഹോദരനെ, ബിലാൽ റളിയല്ലാഹു അൻഹു ആ യഖീൻ പൂർത്തിയായപ്പോൾ, അല്ലാഹുവിനുള്ള ഉറപ്പ് പൂർത്തിയായപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരടിമക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതി കൊടുത്തു. ഒന്ന്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാക്കി. നബി തങ്ങളുടെ ഏറ്റവും ഉറ്റ സ്നേഹിതൻ. എവിടെയും ചോദിക്കും, ബിലാൽ എവിടെ? ഐന ബിലാൽ. നബി തങ്ങളുടെ എപ്പോഴുമുള്ള ഭാഷയാണ് ഐന ബിലാൽ. ഓരോ കാര്യത്തിലും അന്വേഷിക്കുന്നത് ബിലാലിനെയാണ്. സഹോദരൻ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ എഞ്ചിനീയർ സാഹിബ് നേരത്തെ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും വലിയ നായകൻ, ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചോദിക്കാണ്, ബിലാൽ എവിടെ, ബിലാൽ എവിടെ? ഒരു പ്രാവശ്യം ബിലാലിനോട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലേ, നിന്റെ ചുവട്ടടികൾ എന്നേക്കാളും മുമ്പിൽ കണ്ടല്ലോ. അതായത് നാളെ ആഖിറത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ കടിഞ്ഞാൺ ബിലാലിന്റെ കയ്യിലാണ്. ഇതിനേക്കാളും വലിയ മാത്തുമാറെന്ന് വേണം. നീ എന്റെ മുമ്പിലായിട്ടാണല്ലോ ബിലാലെ നിന്നെ ഞാൻ കാണുന്നത്. അല്ലാഹു അക്ബർ. സഹോദരന്മാരെ, മക്കം ഫതഹിന്റെ സന്ദർഭം വന്നു. മക്കം ഫതഹിന്റെ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബാക്കൾക്കും വലിയ സന്തോഷം കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. മക്കയെ തിരിച്ചു നൽകി, കാബയെ തിരിച്ചു നൽകി. ഏതൊരു കാബയിൽ നിന്നാണോ ആട്ടി ഓടിക്കപ്പെട്ടത്, ആ കാബയെ തിരിച്ചു കൊടുത്തു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്തോഷമായിരിക്കും സഹാബാക്കൾക്ക്, എത്ര സന്തോഷമായിരിക്കും. ഈ സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ വിളിക്കുള്ളൂ. നമുക്കൊരു സന്തോഷം വരുമ്പോൾ ആരെ വിളിക്കാം? നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തെങ്കിലും ലാഭം കിട്ടി, ഭാര്യനോടാ ഇഷ്ടമെങ്കിൽ പെട്ടെന്ന് ഭാര്യനെ വിളിക്കും, ഉമ്മാനോടാ ഇഷ്ടമെങ്കിൽ ഉമ്മാനെ വിളിക്കും. ഇനി ഉമ്മാനേക്കാളും ഭാര്യനേക്കാളും ചില കൂട്ടുകാരുണ്ടാവും ചില ആളുകൾക്ക്, അപ്പൊ ആ കൂട്ടുകാരനെ വിളിക്കും. മറ്റൊരു അടിച്ചുപോയി, കിട്ടിപ്പോയി, ഭയങ്കര സന്തോഷം. നീ വാ, നമുക്കിതൊന്ന് അടിച്ചു പൊളിക്കണം. ഏതാ നമുക്ക് കിട്ടിയിരിക്കുക, അടിച്ചു പൊളിച്ചേക്കാം, നീ വാ, നമുക്കിന്ന് കൂടണം. നമ്മുടെ രീതിയാണ്. സഹോദരന്മാരെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, കാരണം ആട്ടി ഓടിക്കപ്പെട്ട നാട് കരഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും പിരിഞ്ഞു പോയത്. മക്കനോട് പറയുന്നുണ്ട്, യാ മക്ക. മക്കനോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തു. ആട്ടി ഓടിക്ക് ഹിജ്റത്ത് പോകുമ്പോൾ, മക്ക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പോകുകയല്ല, നിന്റെ നാട്ടുകാരനെ ഇവിടുന്ന് ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പോകില്ല. നിന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ ഇവിടെയാണ് കളിച്ചു വളർന്നത്. ഇതെന്റെ നാടാണ്. ഇത് ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടും. സഹോദരന്മാരെ, അപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരിക്കും. പോകുമ്പോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ സന്തോഷം ഉണ്ടാവില്ലേ? എത്ര വലിയ സന്തോഷമായിരിക്കും. സന്തോഷത്തിന്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിക്കുന്ന ആരെയാണ്? ബിലാൽ. ഐന ബിലാൽ. ബിലാലെ വാ, നീ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് വാ. ബിലാല് തന്നെ മുറച്ചുപോയി. ബിലാല് തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇതന്നെ എന്നെ വിളിക്കും. ഈ സമയത്ത് എന്നെ എന്തിനു വിളിക്കുന്നു? വലിയ സന്തോഷത്തിന്റെ സമയം. ഇവിടെ വിജയപ്രഖ്യാപനം നടത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയപ്രഖ്യാപനം ബാങ്കുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. ബാങ്കുകൊണ്ടാണ് വിജയപ്രഖ്യാപനം. വാ ബിലാലെ, നീ ഇങ്ങോട്ട് വാ. നിന്നെ എത്ര പേര് ഇവിടുന്ന് ആക്രമിച്ചു, നിന്നെ എത്ര പേര് ഇവിടുന്ന് ബുദ്ധിമുട്ടിച്ചു, നിന്നെ എത്ര പേര് അടിമയാക്കി വെച്ചു, നീ തന്നെ വാ. സഹോദരന്മാരെ, അല്ലാഹുവിനുള്ള യഖീൻ ഈ കാലഘട്ടത്തിലും ഓരോരുത്തരും സ്വീകരിക്കാൻ തയ്യാറായാൽ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, എന്റെ ഈമാൻ ഞാൻ പൂർത്തിയാക്കുന്നു, എന്റെ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ലോകത്തൊരു വസ്തുക്കളെ കൊണ്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു അടിമ ഉറച്ചു വിശ്വസിച്ചാൽ, ഖിയാമത്ത് നാൾ വരെ ഏത് കാലഘട്ടമാണെങ്കിലും ശരി, ആ കാലഘട്ടത്തിലൊക്കെ ബിലാൽ ഇബ്നു റവാഹക്ക് എന്ത് ഇസ്സത്താണോ അല്ലാഹു നൽകിയത്, അതേ ഇസ്സത്ത് അല്ലാഹു നൽകും. ഖിയാമത്ത് നാൾ വരെ കൊടുക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ബിലാലെ, ഈ കാബയുടെ മച്ചിന്റെ മുകളിൽ നീ കയറ്, എന്നിട്ട് കയറിയിട്ട് നീ പ്രഖ്യാപനം നടത്തി, വിജയപ്രഖ്യാപനം നടത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിന് അശക്തനാണ്, എന്നെ കൊണ്ടാവൂല നബിയെ. എത്രയോ ഖുറൈശിയുള്ള പ്രമുഖർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി അൽ മുർത്തള, സ്വന്തം കുടുംബക്കാർ, നബി തങ്ങളുടെ വേണ്ടപ്പെട്ടവർ, നബി തങ്ങളുടെ പുതിയാപ്പുറമാർ, നബി തങ്ങളുടെ അമ്മോശങ്കമാർ എല്ലാം കൂടെ ഉണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ വാ, ഞാൻ നിനക്ക് കൈ നീട്ടി തരാം, എന്റെ കയ്യിൽ ചവിട്ട്, എന്നിട്ട് നീ മുകളിലേക്ക് കയറും. സഹോദരൻ, എത്ര വലിയ ഇസ്സത്ത്. സഹോദരൻ, ഇത് അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കാൻ നേരത്തെ പ്രഖ്യാപിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ പ്രഖ്യാപനം, വൽ ഇസ്സത്തു ലില്ലാഹി വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അതുപോലെ അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, അത് അവന്റെ പ്രവാചകന് മാത്രമേ ഉള്ളൂ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആരും പ്രതീക്ഷിക്കണം, വേറെ ആരും അങ്ങോട്ട് നോക്കണ്ട. നിന്റെ അടുത്ത് ദീനുണ്ടോ? നീ ഈമാൻ അനുസരിച്ച് അംഗീകരിക്കാൻ
തയ്യാറാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നീ തയ്യാറാണോ? എങ്കിൽ നിന്റെ കൂടെ എപ്പോഴും ഇസ്സത്ത്, നിന്റെ കൂടെ എപ്പോഴും അന്തസ്സ്. വേറൊരാൾക്കും അന്തസ്സില്ല. ദുനിയാവിൽ മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അന്തസ്സ്, അഭിമാനം, ഇതൊക്കെ വേറെ വഴിയിൽ നിന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വേറെ ഒരു വഴിയിലും കിട്ടൂല. ഇസ്സത്ത് മുഴുവനും അല്ലാഹുവിലും അവന്റെ റസൂലിലും അവന്റെ മുഅ്മിനീങ്ങൾക്കും മാത്രമേ കിട്ടൂ. സഹോദരന്മാരെ, യഖീൻ ഇല്ലാതായപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബൂവത്തിന്റെ ദൗത്യവുമായിട്ട് മക്കയിലേക്ക് വന്നു. ബിലാലിന്റെ മുമ്പിലേക്കും ഈ ദൗത്യം പോയി, അബൂലഹബിന്റെ അടുക്കലേക്കും ഈ ദൗത്യം പോയി. അബൂലഹബിന്റെ അടുത്തും ഈ ദൗത്യം പോയി. അബൂലഹബിന് കിട്ടി. അബൂലഹബ് എന്ത് ചെയ്തു? സഹോദരന്മാരെ, നമുക്കൊക്കെ തീൻ കിട്ടിയതുപോലെ അബൂലഹബിന്റെ അടുത്ത് തീൻ കിട്ടി. പെട്ടെന്ന് തന്നെ അബൂലഹബ് പറഞ്ഞു, നമ്മളങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അല്ലാഹ് നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ വയലൊക്കെ കൊള്ളാം, അതൊന്നും അങ്ങനെ തന്നെ ചെയ്യത്തില്ല, പിന്നല്ലേ നമ്മള് അങ്ങനെയാണ്. അല്ലാഹ് നമുക്ക് മാപ്പ് തരട്ടെ. സഹോദരന്മാർ, ഓരോ കാര്യം പറയുമ്പോൾ ഓരോ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കാണ്, നമ്മളെ കൊണ്ട് ഇതൊന്നും ആവൂല, ദീനസിയൊക്കെ ആരെ കൊണ്ടാവും. സഹോദരൻ, അബൂലഹബ് ഇങ്ങനെ തെറ്റിദ്ധരിച്ചു. അബൂലഹബ് വിചാരിച്ചു, എന്റെ സാമ്രാജ്യം, എന്റെ അധികാരം. സഹോദരന്മാരെ, ലോകത്തുള്ള ഗുണപാഠം പഠിപ്പിക്കാൻ ഒരു വശത്ത് ബിലാലാകുന്ന കറുത്തിരുണ്ട ചുരുണ്ട മുടിക്കാരനായ ബിലാൽ യഖീനിനെ ഏറ്റെടുത്തപ്പോൾ ഇസ്സത്ത് മറുഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചതാണ് ഏറ്റവും സുന്ദരനായ മനുഷ്യൻ. സുന്ദരൻ. അബൂലഹബിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? ലഹബ് എന്ന് പറഞ്ഞാൽ എന്താ? മക്കളോട് ചോദിക്കും, എന്താ ലഹബ്? പ്രകാശിക്കുന്നവൻ, കത്തുച്ചൊലിക്കുന്നവൻ, സൗന്ദര്യത്തിന്റെ ഉടമ, സമ്പത്തിന്റെ ഉടമ, അധികാരത്തിന്റെ ഉടമ. അന്നത്തെ ഖുറൈശികളൊക്കെ അബൂലഹബ് പറയുമ്പോൾ കേൾക്കുക, നേതാവാണ് അബൂലഹബ്. നേതൃത്വം, സൗന്ദര്യം, സമ്പത്ത് എല്ലാം ഒരു ഭാഗത്ത്, അടിമത്വം, സൗന്ദര്യമില്ലായ്മ, ഒന്നുമില്ലാത്ത പരിഗണനയില്ലായ്മ മറ്റൊരു ഭാഗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷങ്ങൾ കൊണ്ട് ലോകത്തിന് നൽകിയ ഗുണപാഠം, ലോകത്തിന് ഖിയാമത്ത് നാൾ വരുന്ന മുഴുവൻ ജനങ്ങൾക്ക്, ആ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരുന്നത്. അതുകൊണ്ട് ആ ചരിത്രം ഇപ്പോഴും മുഴുത്തു നിൽക്കാൻ, ആ ചരിത്രമാണ് മുമ്പിലുള്ളത്. അത് വായിച്ചിട്ട് മറ്റൊന്ന് വായിക്കാൻ പറ്റൂ. അത് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. സഹോദരന്മാരെ, ദീനിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, അല്ലാഹുവിന്റെ കലിമ കേട്ടപ്പോഴേ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക, നാശം വരട്ടെ നിനക്ക്. നീ എന്താ അലിഹാദ ജമാഅതന, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് നീ ഒരുമിച്ച് കൂട്ടിയത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ പന്തൽ കെട്ടിയത്. ഇതിനാണോ പന്തൽ കെട്ടിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നീ നശിച്ചു പോട്ടെ മുഹമ്മദ്. സഹോദരന്മാരെ, ദീനിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. യഖീൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നാളെ അബൂലഹബ് പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ. അല്ലാഹ്, ഞാൻ ഇതെല്ലാം കണ്ടു അല്ലാഹുവേ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക്, മക്കയിലേക്ക് ഒന്ന് തിരിച്ചേക്ക് അല്ലാഹുവേ. ഞാൻ പോകാം, ഞാൻ നിന്റെ പ്രവാചകനെ സ്വീകരിക്കാം, ഞാൻ നിന്റെ ദീൻ സ്വീകരിക്കാം. ഇപ്പോഴാണ് എനിക്ക് ഉറപ്പായത്. വലം യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ. സമയത്തിൽ പോയി കഴിഞ്ഞു, ഇനി ഒരു രക്ഷയില്ല. സമയത്തിൽ പോയി കഴിഞ്ഞു. അബൂലഹബ് ദീനിനെ തെരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. ദീനിനെ വിട്ടു കളഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. നീ നശിച്ചു കൊണ്ടേന്ന്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വാക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക്, ഖിയാമത്ത് നാൾ വരുന്ന ഉമ്മത്തികൾക്കും ഗുണപാഠവും മാർഗദർശനവും അതിൽ ഏറ്റവും വലിയ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ചെറിയൊരു സൂറത്ത്. ശ്രദ്ധിക്കുക ഈ സൂറത്ത്. ദീനില്ലയോ, ദീൻ വേണ്ടയോ, ദീനിന്റെ പരിശ്രമം വേണ്ടയോ? ഇത് കേട്ടോ നിങ്ങൾ? അല്ലാഹു പറയാം, ഇത് കേട്ടോ. ദീനിന്റെ പരിശ്രമത്തെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല. ദീനിന്റെ പരിശ്രമിക്കുന്നവർ നശിക്കട്ടെ നശിക്കട്ടെ എന്നവർ പറഞ്ഞു നടന്നു. എന്നാൽ അവർക്കുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പ് അല്ലാഹുവിന്റെ മുന്നറിയിപ്പ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല അബൂലഹബേ, എന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല നശിക്കുക. ദീൻ ഒരിക്കലും നശിക്കുന്നില്ല, ദീനിന്റെ പരിശ്രമം ഒരിക്കലും നശിക്കുന്നില്ല. അതല്ലാഹു നിലനിർത്തും, അതിനെ അല്ലാഹു സൂക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ നിന്റെ സൗന്ദര്യം അതാണ് നശിക്കാൻ പോകുന്നത്, നിന്റെ സമ്പത്ത് അതാണ് നശിക്കാൻ പോകുന്നത്, നിന്റെ അധികാരം അതാണ് നശിക്കാൻ പോകുന്നത്, നിന്റെ അടുത്ത് ദുനിയാവിന്റെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം
നടക്കാൻ തുടങ്ങി. എവിടെ പോയി? വലിയ സൂറത്തെല്ലാം ഇറങ്ങിയിരുന്നല്ലോ. വലിയ സൂറത്തെല്ലാം ഇറങ്ങിയിരുന്നല്ലോ. തബ്ബത് യദാ അബീ ലഹബ് എന്നൊക്കെ സൂറത്ത് ഇറങ്ങിയിരുന്നല്ലോ. എവിടെ പോയി? ഒരു നാശം അബൂ ലഹബിനില്ലല്ലോ. ഇതാ സുന്ദരനായി അധികാരത്തോടുകൂടി പിന്നെയും 12 വർഷം ഇതാ ജീവിച്ചുകൊണ്ടിരിക്കും. 12 വർഷം. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ തീരുമാനത്തിന് കുറച്ച് സമയം കൊടുക്കില്ല. അത് അല്ലാഹുവിന്റെ കരുണയാണ്. അള്ളാഹുവിന്റെ കരുണയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോടുള്ള കരുണ കാണിക്കട്ടെ. അള്ളാഹു നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖ്. സഹോദരനെ, അള്ളാഹു അവന്റെ കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കും. ഫിറൗൻ അല്ലാഹു സുബ്ഹാനഹു തആല 40 വർഷം കൊടുത്തു. 40 വർഷം ഓരോ മുന്നറിയിപ്പ്, പിന്നെയും തിരിച്ചു വരാം. ഓരോ മുന്നറിയിപ്പ്, പിന്നെയും തിരിച്ചു വരാം. സഹോദരന്മാരെ, അബൂ ലഹബ് ഒരുപാട് സമയം അല്ലാഹു കൊടുത്തു. തൗബ ചെയ്യാൻ തയ്യാറായില്ല, മടങ്ങാൻ തയ്യാറായില്ല, ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറായില്ല. അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനം. സഹോദരൻ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കരുത്ത് അവന്റെ മക്കളാണ്. ഏറ്റവും വലിയ കരുത്താരാ? മക്കളാണ്. സഹോദരന്മാരെ, ഒരു മോനെ അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ചു. നബി തങ്ങളുടെ ദുആ കൊണ്ട് അത് നശിപ്പിച്ചു. അബൂ ലഹബിന് അറിയാം ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നമുക്കറിയും പോലെ നമുക്കെല്ലാം യാഥാർത്ഥ്യം അറിയാം. പിന്നെ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ചുമ്മാ എതിർക്കുക? നമുക്കൊക്കെ യാഥാർത്ഥ്യം അറിയാം. ദീൻ അറിയാം, ദീനിന്റെ ജീവിക്കാൻ അറിയാം. നമ്മൾ എത്രയോ ചെറുപ്പത്തിലെ ദീൻ കേൾക്കുക. സഹോദരൻ, അബൂ ലഹബിന് അറിയാം ഈ പറയുന്ന വാക്കുകൾ സത്യമാണ്. പക്ഷെ അംഗീകരിക്കാൻ മനസ്സ്, നഫ്സിന്റെ ഇച്ഛകൾ സമ്മതിച്ചില്ല. ശൈത്താൻ വിട്ടില്ല. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം മകനെ പിടിച്ചു. അബൂ ലഹബ് എപ്പോഴും യാത്രാ സംഘത്തിന്റെ കൂടെ മകനെ അയക്കുമ്പോൾ പറയും, ശ്രദ്ധിക്കണം, നബി തങ്ങളുടെ ദുആ ഇവനിക്കെതിരെ ഉള്ളതാണ്, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ ഒരു പ്രാവശ്യം യാത്ര പോകുമ്പോൾ അവസാനമായിട്ട് മകൻ യാത്ര പോവാണ്. അമ്മ ശ്രദ്ധിക്കണം, വളരെ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇവരെല്ലാവരും ആ യാത്രാ സംഘം വളരെയധികം ഒരു ബുദ്ധിമുട്ടും വരാതെ സംരക്ഷിച്ചു. സാധനങ്ങൾ, അവരുടെ ചരക്കുകൾ അവരെ ഉറങ്ങുന്നതിന്റെ മധ്യത്തിൽ കൊണ്ടുപോയി ഇടും. എന്നിട്ട് ആ മദ്യത്തിന്റെ നടുക്ക് വളരെ മൂലക്കറ്റു അടിയിൽ അതിന്റെ നടുവിൽ കൊണ്ടുപോയി മകനെ കിടത്തും. എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ചരക്കുകളൊക്കെ വെച്ച് മൂടും. എന്നിട്ട് എല്ലാവരും ചുറ്റും കിടക്കും. ആലോചിച്ചു സഹോദരന്മാർ, അള്ളാന്റെ തീരുമാനം. അല്ലാഹു ദുആ ചെയ്തതാ. അല്ലാഹു നിന്റെ പട്ടിയിൽ നിന്ന് ഒരു പട്ടിയെ കൊണ്ടവന്റെ ജീവൻ എന്റെ അടുത്തേക്ക്. സഹോദരന്മാരെ, ഒരു സിംഹം കാട്ടിൽ നിന്നും വന്നു. ആ സിംഹം ഏതൊരു ഉത്തരവാദിത്തം, ഇത് അല്ല ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം. അള്ളാഹ്ക്ക് നമ്മളെ വലിയ പട്ടാളത്തിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. ഏതെങ്കിലും ഒരാൾ മതി. ഏതെങ്കിലും ഒരു ജീവി, അള്ളാഹ്ക്ക് ഒരു കൊതുകിന്റെ കാല് ഒടിഞ്ഞ ഒരു കൊതുകിനെ കൊണ്ട് അല്ലാഹു നശിപ്പിച്ചു. അള്ളാഹ്ക്ക് അത് മതി. എന്നാലും സിംഹം ഓടി വന്ന് എല്ലാരെയും മണപ്പിച്ചു നോക്കി. അതിലില്ല. പേര് കൊടുത്തിട്ടുണ്ടല്ലോ, അല്ല പേര് കൊടുക്കും. കറക്റ്റ് മാറിപ്പോവില്ല. നമുക്കാ മാറിപ്പോവാ. നമ്മളാരെങ്കിലും കൊല്ലാനേൽപ്പിച്ചാൽ മാറി കുത്തിപ്പോയി എന്ന് പറയുന്നേക്കാം. അത് മാറി കുത്തിപ്പോയി. സിംഹത്തിന് അങ്ങനെയല്ലോ ഉണ്ടോ? ഒന്നുമില്ല. കറക്റ്റ് ഓർഡർ കൊടുത്തിരിക്കാൻ ഇന്ന ആൾ തന്നെയാണ്, അബൂ ലഹബിന്റെ മകൻ തന്നെയാണ്. കറക്റ്റ് അങ്ങോട്ട് പോയി ആ മധ്യത്തിൽ പോയി അവന്റെ തല പറിച്ചെടുത്തിട്ട് ആ മൃഗം പോയി തിരിച്ചു കഴിഞ്ഞു. നീ അധ്വാനിച്ചിട്ടാക്കിയ നിന്റെ മക്കൾ അത് ഞാൻ നശിപ്പിക്കും. അല്ലാഹു അത് നശിക്കും. അത് യാതൊരു സംശയമില്ല. സഹോദരന്മാരെ, ഓരോന്നായി നശിച്ചു. തഫ്സീർ ഉലമാക്കൾ എഴുതുന്നുണ്ട്, അവസാനം അവന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കണം. അതിന് അദസ് എന്ന് പറയുന്ന ഒരു രോഗം കൊടുത്തു. അദസ് ഒരു രോഗം, പുണ്ണു പോലത്തെ ഒരു രോഗം. ശരീരമാകെ ആ പുണ്ണ് പിടിച്ചു. ബുദ്ധിമുട്ടിലായി, പ്രയാസത്തിലായി. സമ്പത്ത് മുഴുവനും ചെലവാക്കിയിട്ട് ചികിത്സിച്ചു. ഒരു രക്ഷയില്ല. സമ്പത്ത് മുഴുവനും ചെലവാക്കിയിട്ട് ചികിത്സിച്ചു. നീ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും സഹോദരന്മാരെ, മക്കൾ നശിച്ചു. ഭാര്യ വിട്ടിട്ട് പോയി കളഞ്ഞു. ദുർഗന്ധം വമിക്കുന്ന ശരീരം, ഭാര്യ വിട്ടിട്ട് പോയി കളഞ്ഞു. ആലോചിച്ചോക്ക് സഹോദരന്മാർ, ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസം വന്നു. സഹോദരന്മാർ, അവസാനം മരിക്കുന്നതിന് മുമ്പ് തന്നെ മക്കാർ അത് ചുരുട്ടിയിട്ട് വലിയൊരു പാറിന്റെ പിന്നിൽ കൊണ്ടുപോയി തള്ളിക്കളഞ്ഞു. ആലോചിച്ചോക്ക് സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ചോക്ക്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല 2 ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇതാ അബൂ ലഹബിനെ നിങ്ങൾ നോക്ക്, ബിലാലിനെ നിങ്ങൾ നോക്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ ഇസ്സത്ത്, നാളെ സ്വർഗ്ഗത്തിൽ വലിയ പദവി. ആ അബൂ ലഹബിന് ദുനിയാവിലും നിസാരത, ദുനിയാവിലും നിന്നത. സഹോദരന്മാരെ, ഖിയാമത്ത് നാൾ വരെ ഇതാണ് ഇനി മുന്നോട്ട് പോവുക. ദീനിനെ അംഗീകരിച്ചു, ഈമാനെ അംഗീകരിച്ചു, അവർക്ക് വിജയം. ഈമാൻ
ഈമാൻ ആര് വേണ്ടെന്ന് വെച്ചോ അവർക്ക് പരാജയം. ഈമാൻ ആര് വേണ്ടെന്ന് വെച്ചോ അവർക്ക് പരാജയം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇത് നമുക്ക് ഉറപ്പിക്കണം. ഇത് ഏതുമായിട്ട് ബന്ധപ്പെടുത്തണം? ഈമാൻ ഏതുമായിട്ട് ബന്ധപ്പെടുന്നത്? ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തണം, ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തണം, നമ്മളുടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെടുത്തണം, നമ്മളുടെ മക്കളുമായിട്ട് ബന്ധപ്പെടുത്തണം, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തണം. എന്ത് പ്രശ്നം വരുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മറന്നില്ല നമ്മുടെ മുദ്രാവാക്യം. ഇന്നാ ലില്ലാഹ്. വീടാര് എന്നതാ? അല്ലാഹു തന്നത്. മക്കളാര് എന്നതാ? അല്ലാഹു തന്നത്. സഹോദരന്മാരെല്ലാം അല്ലാഹു തന്നത്. വ ഇലൈഹി റാജിഊൻ. എല്ലാം അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങും. സഹോദരന്മാരെ, പൂർണ്ണമായി ഈ യഖീൻ സഹാബാക്കൾക്ക് വന്നപ്പോൾ മക്കൾ മരിച്ചാൽ അവർക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഒരു പെണ്ണ് സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകി. ആ കുട്ടി മരണപ്പെട്ടു പോയി. വളരെ മഹബ്ബത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി അതിനെ മയ്യത്തെല്ലാം കുളിപ്പിച്ച് സ്വന്തം ഉമ്മ തന്നെ കഫം പൊതി. ആരെങ്കിലും ആലോചിച്ചു നോക്കിയാണ്. ഉമ്മ തന്നെ കഫം പൊതിഞ്ഞ് അത് വെച്ചു. എന്നിട്ട് ഭർത്താവ് വന്നു, ഭർത്താവിനോട് ഭക്ഷണമൊക്കെ കൊടുത്തു, റാഹത്തിൽ. ആ സംഭവം ഒന്ന് ആലോചിച്ചു നോക്കി. സംസാരിക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു വിഷമം വന്നാലും അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ആരും ശ്വാസതമല്ല. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള യഖീൻ വന്നപ്പോൾ ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, റാഹത്തല്ലേ, അവരെ ഒന്നിച്ച് വീട് കൂടി എല്ലാം കഴിഞ്ഞു. സുബഹി നമസ്കാരത്തിന് ശേഷം ഭർത്താവിനോട് ചോദിച്ചു, വളരെ ഹിക്മത്തൊരു ചോദ്യം. എത്ര ഇത് നമ്മളുടെ സമൂഹത്തിലുള്ള പെണ്ണുങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിലെ ഇപ്പൊ കഴിഞ്ഞ കൊണ്ട് എന്റെ അയൽവക്കത്ത് ഒരു ചെറിയ പിഞ്ചു, 8 മാസം പ്രായമുള്ള ചെറിയ കുട്ടി, കണ്ടാൽ തന്നെ സങ്കടം വന്നു. ചെറിയൊരു വെളുത്ത നല്ല പിഞ്ചു കുട്ടി, 8 മാസം പ്രായമായി, മരിച്ചുപോയി. എല്ലാവരും കരയുന്നുണ്ട്, എല്ലാവരും സങ്കടത്തിൽ. അവസാന സമയം ഉമ്മ തന്നെ വാവിട്ട് കരയുന്ന ശബ്ദം കേൾക്കാം. എത്ര വലിയ ബുദ്ധിമുട്ടിൽ. സഹോദരന്മാരെ, യഥാർത്ഥ ദീൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സംഭവിക്കും. എന്ത് ചെയ്യും? ഭർത്താവിനോട് പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോളൂ. എന്താ കാര്യം? നമുക്ക് ഒരാൾ ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടി തന്നു. ഒരാൾ നമ്മൾ ഉപയോഗിക്കാൻ തന്ന ഒരു സാധനം, ആ സാധനം ഉപയോഗിച്ച് അവർ തിരിച്ചു ചോദിച്ചു, കൊടുക്കണോ വേണ്ടേ? അവന് കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾ ആര് തന്നതാ? അല്ലാഹു തന്നത്. അല്ലാഹു തിരിച്ചു ചോദിച്ചു, അല്ലാഹു കൊടുത്തു. അപ്പുറത്തുണ്ട്. ആദ്യം ഒന്ന് ബേജാറായി ഭർത്താവ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി പരാതി പറഞ്ഞു, നബിയേ, എന്റെ ഭാര്യ എന്നെ ഇങ്ങനെ പറ്റിച്ചു. ഈ അവസ്ഥ ഉണ്ടായത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഇന്നലെ കൂടിയതിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അത് തന്നെയാണ് മയ്യത്ത് സ്കരിച്ച് കബറടിക്കേണ്ടത്. ആലോചിച്ചു. ദീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ബുദ്ധിമുട്ടും ദുനിയാവിലില്ല, ഒരു പ്രയാസവുമില്ല. ഇന്ന് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവിനുള്ള യഖീൻ. അള്ളാഹുവാണ് എന്റെ റബ്ബ്. സഹോദരൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതല്ലേ? ഈമാൻ. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ രുചി ആസ്വദിക്കുന്നത് എപ്പോഴാണ്? രുചി. ഈമാൻ. നമുക്ക് ഈമാന്റെ രുചി കിട്ടിയിട്ടുണ്ടോ? അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് ഇന്നവരെ രുചി കിട്ടിയോ? രുചി കിട്ടാത്ത എന്തുകൊണ്ടാ? എന്റെ അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് നീ തൃപ്തിപ്പെടണം. അപ്പോഴാണ് ഈമാൻ രുചി കിട്ടുക. അപ്പൊ ഇതേപോലെ ഉണ്ടാവും. ഒരു വിഷമം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ വന്നിട്ട്, അദ്ദേഹത്തിന് വലിയ കപ്പലൊക്കെ ഉണ്ടായിരുന്നു, വലിയ കച്ചവടക്കാരനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങളുടെ കപ്പല് മുങ്ങിപ്പോയെന്നാ തോന്നുന്നു. അൽഹംദുലില്ലാഹ്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, തങ്ങളവറുകളെ, നിങ്ങളെ കപ്പലല്ല, വേറെ ആരെ കപ്പല. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ കൂട്ടത്തിൽ കേട്ടവർ ചോദിച്ചു, എല്ലാ മഹാനവറുകളെ, നിങ്ങൾ രണ്ട് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞ എന്താ കാരണം? അപ്പം തങ്ങൾ പറഞ്ഞു, ആദ്യം എന്റെ കപ്പലാണ് നഷ്ടപ്പെട്ടത് എന്ന് വന്നപ്പോ എന്റെ ഹൃദയത്തിലൂടെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്കിതിൽ? അപ്പൊ ഒരു വിഷമം എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ അല്ലാഹുവിനെ സ്തുതിച്ചു. നിന്റെ എല്ലാം പറഞ്ഞപ്പോ നിനക്ക് പ്രത്യേക എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായോ? ഇല്ല. അൽഹംദുലില്ലാഹ്. സഹോദരൻ, ഇതാണ് ഈമാൻ, ഇതാണ് യഖീൻ. ഈ യഖീൻ വന്നു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുമ്പോൾ കച്ചവടത്തെ ഉപേക്ഷിച്ചിട്ട് പള്ളിയിലേക്ക് പോക്ക് എത്രയോ സന്തോഷം ഉണ്ടാവും. ഷട്ടറങ്ങ് താത്തു. അവർക്ക് അവരുടെ കച്ചവടങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ടും, അവരുടെ നമസ്കാരങ്ങൾ അള്ളാഹുവിന്റെ ദിക്റ് അവരുടെ കച്ചവടത്തും അവർ അശ്രദ്ധമാക്കൂല. അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഈമാൻ പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. പറ്റുന്നില്ലേ? ഈമാൻ ഉണ്ടാക്കാൻ പരിശ്രമിക്കണം. ഈമാനിന് വേണ്ടി സഹോദരൻ, ഈമാൻ ഉണ്ടാക്കാൻ ഏറ്റവും വലിയ വഴി സമ്പത്തും ശരീരവും സമയത്തിനും
ദീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണമുണ്ട്. ദീൻ വന്നാൽ നമ്മളുടെ സ്വഭാവം നന്നാവും, നമ്മൾ ഏറ്റവും നല്ല ആൾക്കാരായി മാറും. സഹാബാക്കൾക്ക് ഈമാൻ വന്നപ്പോൾ അവർക്ക് രണ്ടാമതുണ്ടായത് ഏറ്റവും ഉയർന്ന ഗുണങ്ങളാണ്. ഗുണങ്ങൾ, രത്നം പോലെയുള്ള ഗുണങ്ങൾ. അവരുടെ ജീവിതത്തിന്റെ ഗുണങ്ങൾ കണ്ടിട്ട് എത്രയോ അമുസ്ലിം വ്യക്തികൾ ഇസ്ലാമിലേക്ക് വന്നു. അവരുടെ ഗുണങ്ങൾ കണ്ടിട്ട്, അവരുടെ ജീവിതത്തിന്റെ രീതി കണ്ടിട്ട്, അവരുടെ അവസ്ഥകൾ കണ്ടിട്ട്. സഹോദരന്മാരെ, അവർക്ക് ഈമാനും യഖീനും വരുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവർ പരസ്പരം കലഹിക്കുന്നവരായിരുന്നു, പരസ്പരം ശത്രുക്കളായിരുന്നു, പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്തവരായിരുന്നു. പക്ഷേ അവർക്ക് ഈമാനിന്റെ ഗുണം, സഹോദരൻ, ഈമാൻ കിട്ടിയെന്നുള്ള അടയാളം എന്താ? ഈമാൻ കിട്ടിയെന്നാണ് നമ്മളെല്ലാം പറയും. ഈമാൻ കിട്ടി. ആർക്കെല്ലാം ഈമാൻ കിട്ടി? നമ്മൾ ഈമാൻ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഈമാൻ കിട്ടിയവർ പിന്നെ ആരായിരിക്കും? സഹാബാക്കളെ പോലെ ആയിരിക്കും. ഒന്നിനും അവർക്ക് പരാതി ഉണ്ടാവില്ല. സഹോദരന്മാരെ, ഈമാൻ വന്നാൽ രണ്ട് കാര്യങ്ങൾ നമ്മളെടുത്തുണ്ടാവും. ആ രണ്ട് കാര്യം ഉമ്മത്തിൽ കുറഞ്ഞുപോയി. ഉമ്മത്തിന് ഇന്ന് രണ്ട് കാര്യം നഷ്ടപ്പെട്ടു. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, പരസ്പരം വലിയ മുഹബ്ബത്തോടുകൂടി, പരസ്പരം വലിയ ഇഷ്ടത്തോടുകൂടി മനുഷ്യന്റെ കടമകളെ പൂർത്തിയാക്കി ജീവിക്കും. നേരെ മറിച്ച് അല്ലാഹുവിനുള്ള യഖീനും ഈമാനും പൂർത്തിയായിട്ടില്ലെങ്കിലോ മനുഷ്യൻ കടമകളെ എപ്പോഴും അവഗണിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ? എപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് മാത്രം മതി നമുക്ക് ഗുണപാഠത്തിന്. എന്താ ഹദീസ്? ശ്രദ്ധിച്ച് കേൾക്ക്. എനിക്ക് അല്ലാഹു ഗുണപാഠം നൽകട്ടെ. പറയുന്ന ആൾക്കെന്ന ഗുണപാഠം നൽകട്ടെ. നമ്മൾ ഓരോരുത്തർക്കും അന്ന് ഗുണപാഠം നൽകട്ടെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സഹാബി, വളരെ സഹിയായ ഹദീസ്. ആ സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ നിനക്ക് അറിയേണ്ട കാര്യം? ഞാനൊരു സ്ത്രീയെ കുറിച്ച് താങ്കൾക്ക് വാർത്ത അറിയിക്കുകയാണ്. ആ സ്ത്രീ സായിമത്തും ബിന്നഹാർ, പകലെല്ലാം നോമ്പുകാരിയാണ്. സായിമത്തും ബിന്നഹാർ, ഇതിനെക്കാട്ടും വലിയ ഗുണവിശേഷണം വേറെന്താ വേണ്ടത്? അല്ലെ? നമ്മുടെ നാട്ടിലൊരു സ്ത്രീ എപ്പോഴും പകൽ നോമ്പാണ്. എത്ര വലിയ വിശേഷണം! സായിമത്തും ബിന്നഹാർ. പിന്നെ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ സ്ത്രീ ഖായിമത്തും ബില്ലൈൽ, ഖായിമത്തും ബില്ലൈൽ, രാത്രിയെല്ലാം നിന്ന് നമസ്കരിക്കുന്ന സ്ത്രീയാണ്. ഓ മാഷാ അല്ലാഹ്. അവരെവിടെയായിരിക്കും? പകലെല്ലാം നോമ്പ്, രാത്രിയെല്ലാം നിന്ന് നമസ്കാരം. അവരെവിടെയായിരിക്കും പോണ്ടത്? സ്വർഗത്തിലേക്കല്ല പോണ്ടത്. പക്ഷേ സഹോദരന്മാരെ, ഒരു കാര്യം നമ്മൾ ആദ്യം ഈ ഹദീസ് വെച്ച് ആലോചിക്കേണ്ടത്, ഒരാൾക്ക് പകലെല്ലാം നോമ്പാണെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും സമയം ഉണ്ടാവുമോ? രാത്രിയെല്ലാം നിന്ന് നമസ്കാരമാണെങ്കിൽ പിന്നെ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് സമയം കിട്ടുമോ? രാത്രിയൊക്കെ നിന്ന് നമസ്കരിക്കാം, പിന്നെ വർത്തമാനം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പകലെല്ലാം നോമ്പാണ്, കൂടുതൽ വർത്തമാനം പറയാൻ പറ്റുമോ? ക്ഷീണമായിരിക്കും. പക്ഷേ ഈ സഹാബി പറയാണ്, ഈ സ്ത്രീയിൽ നിന്നും ഒരല്പസമയം അങ്ങനെ നമുക്ക് കണ്ടെത്താം. ഈ ഹദീസിൽ നിന്ന് അങ്ങനെ കണ്ടെത്താം, ഒരല്പസമയം. കാരണം വാക്ക് തന്നെ അങ്ങനെയാണ്. ഇവളുടെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നു. വാക്കുകൊണ്ട്, സംസാരം കൊണ്ട്, ഇവളുടെ സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഖായിമത്തും ബില്ലൈലാണ്, രാത്രിയൊക്കെ നിന്ന് നമസ്കരിക്കുന്നവരാണ്. സായിമത്തും ബിന്നഹാർ, പകലെല്ലാം നോമ്പാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിക്കവാറും നബി തങ്ങൾ വഹിയെ പ്രതീക്ഷിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയെ പ്രതീക്ഷിക്കും. ചില സന്ദർഭത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയാന്ന് പറയും മറുപടി. പക്ഷേ ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഹിയ ഫിന്നാർ, ഹിയ ഫിന്നാർ. ആ സ്ത്രീ നരകത്തിലാണ്. സഹാബിനുണ്ടോ? ആലോചിച്ച് നോക്കി. നമ്മൾ ഈ കൂട്ടത്തിൽ എത്ര ആൾ സ്വർഗത്തിൽ പോകും? എത്ര ആൾ പോകും? തീരുമാനിക്കും. സ്വർഗത്തിൽ പോണോ? സർവേഷത്ര സ്വർഗത്തിന്റെ എത്ര ഫലായി നമ്മൾ കേട്ട് പോണോ? പോകാനുള്ള വഴിയായി പറയും. സഹോദരന്മാരെ, ഒരു ജീവിതത്തിന്റെ അല്പസമയം ഈ നിന്റെ കൂട്ടുകാരനെ വിഷമിപ്പിക്കുന്നവനാണെങ്കിൽ, അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയാകുന്ന പ്രിയപത്നി, ഏറ്റവും സ്നേഹിതയായ ഭാര്യ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ, നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ആയിഷയോടാണ് ഇഷ്ടം കൂടുതൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഞാനും നബി തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾക്കറിയോ? കൂട്ടുകാരികളോട് പറയും, ഞങ്ങൾ ഒന്നിച്ച് സല്ലപിക്കുകയും സംസാരിക്കുകയും ചെയ്യും.
ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അനുവാദമില്ലാതെ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടില്ല. വേറൊരു ഭാര്യമാരുള്ളപ്പോഴും അങ്ങനെ പോയിട്ടില്ല. നിനക്കറിയോ, കൂട്ടുകാരികളോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഇതാ എന്റെ ഈ മടിയിൽ വെച്ചിട്ടാണ് എന്റെ ഹബീബ്, എന്റെ പ്രിയ ഭർത്താവ് വഫാത്തായത്. വേറെ ആരുടെ വീട്ടിൽ വെച്ചിട്ടില്ല. എന്റെ വീട്ടിൽ, എന്റെ മടിയിൽ. എന്നെയും ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നെയും എന്റെ ഭർത്താവിന്റെയും ബന്ധം നിങ്ങൾക്കറിയണോ? എന്റെ ഉമനീരാണ് നബി തങ്ങളുടെ അവസാന നിമിഷം നബി തങ്ങളുടെ വായിലേക്ക് അല്ലാഹു ചേർത്ത് കൊടുത്തു. എന്റെ ഉമനീരാണ്. അബ്ദുറഹ്മാൻ ആയിഷ റളിയല്ലാഹു അൻഹ സഹോദരൻ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബ്ദുറഹ്മാൻ ഇങ്ങനെ നോക്കുക, വഫാത്തിന്റെ അവസാനത്തെ സന്ദർഭം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ നബിയെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ അറാഖിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അബ്ദുറഹ്മാൻ അറാഖ് എടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കൊണ്ടുകൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ വായിലിട്ടു, ചവച്ചു. ആ ഉമനീര് നബിതങ്ങളുടെ വായിലേക്ക് വെച്ച് നബിതങ്ങൾ ഇസ്വാക്ക് ചെയ്തു. അവസാനം എന്റെ ഉമനീരാണ്. ഇത്രയും പ്രിയപ്പെട്ട ഭാര്യ, അപ്പൊ എത്ര സ്നേഹമായിരിക്കും സഹോദരന്മാരെ. ആ സ്നേഹമുള്ള ഭാര്യനോട് നബിതങ്ങൾക്കറിയാം ആഖിറത്തിൽ ബുദ്ധിമുട്ടുന്ന കാര്യം നബിതങ്ങൾ ആരായാലും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. ആഖിറത്തിൽ ബുദ്ധിമുട്ടരുതല്ലോ, ആഖിറത്തിൽ ബുദ്ധിമുട്ടുന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു പ്രാവശ്യം അറിയാതെ സംഭവിച്ചു പോയതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞു, കസീറത്ത് എന്ന വാക്ക് ഉപയോഗിച്ചു. കസീറത്ത് എന്ന് പറഞ്ഞാൽ കുർന്നവൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്, ആയിഷ നീ പറഞ്ഞ വാക്ക് എത്ര കടുപ്പമാണെന്ന് നിനക്കറിയുമോ? ഈ വാക്ക് സമുദ്രത്തിലിട്ട് കൊണ്ടുപോയി കഴുകിയാലെന്ന് വൃത്തിയാക്കാൻ പറ്റില്ല. അത്രയും ശക്തമായ വാക്കാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മുഴുവൻ മുസ്ലിമീങ്ങളും രക്ഷ പ്രാപിച്ചവരാണ്. എന്നെ കൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് എന്റെ നാവ് കൊണ്ടോ എന്റെ കൈ കൊണ്ടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം അല്ല. ഇതിന്റെ വാക്കാണ്. ഞാൻ മുസ്ലിം, അങ്ങനെ മുസ്ലിം ആവും. സഹോദരന്മാരെ, ഇന്ന് രാവിലെ നമ്മൾ എത്ര വാക്ക് പറഞ്ഞു പോയി? അവന്റെ പോക്കുണ്ടോ, പോകുന്നുണ്ടോ പറഞ്ഞു. സഹോദരന്മാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിനസ്സിന, വ്യഭിചാരത്തെക്കാളും കടുപ്പമാണ് ഗീബത്ത്. അല്ലാഹു അക്ബർ. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളन्न ഇന്ന ബഅദ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. മൂന്ന് കാര്യം നിഷിദ്ധമാക്കി മുസ്ലിമീങ്ങൾക്ക്. എന്താണ് ഒന്നാമത്തത്? ഇജ്തനിബൂ കസീറൻ മിനൽ ളन्न, ഭാവനകൾ തന്നെ അല്ലാഹു ഹറാമാക്കി. നീ ഒരാളെ പറ്റി വെറുതെ ഭാവിക്കല്ല, മോശമായിട്ട് ഭാവിക്കല്ല. ഒരാൾ കള്ള് ഷാപ്പിൽ കയറാണ്, നീ എന്താ ഭാവിക്കേണ്ടത്? ഒരു മുഅ്മിൻ എന്താ ഭാവിക്കേണ്ടത്? ചില്ലറ എവിടെയും കിട്ടാത്തോണ്ട് അവിടെ കയറിയത്. ഒരു മുഅ്മിന്റെ ഭാവന അങ്ങനെ ആയിരിക്കണം. ഇത് കള്ള് ഷാപ്പിന്റെ അടുത്തേ കൂടി പോയാൽ മതി. മറ്റവൻ അടിക്കാൻ പോകുന്നുണ്ട്, കാത്തുരക്ഷിക്കട്ടെ. ഭാവനകൾ അധികവും പാപമായി തീരുന്നതുകൊണ്ട് ഭാവനകൾ നീ സൂക്ഷിക്കണം. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തജസ്സസൂ, നീ ഒരു കാര്യവും ചികഞ്ഞന്വേഷിക്കല്ലേ. അല്ലാഹു അക്ബർ. നീ ഒരു കാര്യവും ചികഞ്ഞന്വേഷിക്കല്ലേ. നിന്റെ ഭാര്യനെ പോലും നീ ചികഞ്ഞന്വേഷിക്കല്ലേ. വല തജസ്സസൂ, നീ അത് ചെയ്യാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മളിങ്ങനെ ചില ആളെന്തെങ്കിലും ബ്രേക്കിൽ തന്നെ നമ്മൾ പോവാണ്, എന്താ നോക്കാൻ വേണ്ടി. അവനെ ഇന്ന് പിടിച്ചിട്ടേ ഉള്ളൂ കാര്യം. അല്ലാഹു മുസ്ലിമീങ്ങളുടെ ജോലിയല്ല, മുസ്ലിമീങ്ങൾക്ക് ആ ജോലിയില്ല. വല തജസ്സസൂ, പാടില്ല. വല യഗ്തബ് ബഅദുകും ബഅദ, ഇനി നീ ഭാവിച്ചു പോയി, നീ പിന്തുടർന്നിട്ട് ജാസൂസിയത്ത് നടന്നിട്ട് നീ കണ്ടുപോയി, പക്ഷെ എന്നാലും വല യഗ്തബ് ബഅദുകും, നീ ആരോട് പറയാൻ പാടില്ല, ഒരാളോട് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കളോട് നബി ചോദിച്ചു, ഗീബത്ത് മൽ ഗീബ യാ റസൂലല്ലാഹ്, മൽ ഗീബ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗീബത്ത് ഉദ്കുർ അഹാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ വെറുക്കുന്ന കാര്യത്തെ നീ സംസാരിക്കണം. നമ്മൾ വിചാരിക്കും ഞാൻ ഉള്ളതല്ലേ പറയുന്നു, ഉള്ള കാര്യം പറയുന്നു. ഉള്ള കാര്യം പറയാനാണ് ഗീബത്ത്, ഇല്ലാത്ത കാര്യം പറയണോ ഇത് ഗീബത്താണ്. സഹോദരന്മാരെ, ഉമ്മത്ത് ഇന്ന് ഗീബത്തിൽ കുടുങ്ങിപ്പോയി. ഉമ്മത്തിന് ഇന്ന്
സംഘടിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ഒരാളെ കുറ്റം പറയുന്നത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് മനുഷ്യന്റെ അഭിമാനത്തെ ചൂഷണം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബ ശരീഫ് നീ കണ്ടില്ലേ, എത്ര പവിത്രമാണ്, എത്ര പരിശുദ്ധമാണ് കഅബ ശരീഫ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ പരിശുദ്ധിയെക്കാളും നിന്റെ പവിത്രതയെക്കാളും ഒരു മുഅ്മിനിന്റെ അഭിമാനം അതിനേക്കാളും വലിയ പവിത്രതയും അതിനേക്കാളും വലിയ വിലപിടിപ്പുള്ളതുമാണ്. ആലോചിച്ചു. നമ്മൾ ഈ വാക്കുകളൊക്കെ നിസ്സാരമാക്കി കളയാണോ? മുസ്ലിം ഉമ്മത്ത് അവന്റെ അമലുകൾ അവന്റെ കൂട്ടുകാർക്ക് വെറുതെ വീതിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ദിവസവും. അമ്മ കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് മുറുകെ പിടിക്കും ഇൻഷാ അല്ലാഹ്. മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അമലുകൾ മൊത്തം പൊളിഞ്ഞു പോകും. ഒരു കാര്യവുമില്ല. ഉമ്മത്തിന്റെ അമലുകളെല്ലാം നിഷ്പ്രയാസം ഇല്ലാതായി പോകും. അതുകൊണ്ട് മുറുകെ പിടിക്കും. യഥാർത്ഥ മുസ്ലിമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ യാഥാർത്ഥ്യമാണ്. അയൽവാസികളുടെ ബന്ധത്തെ യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയൽവാസികളുടെ വിഷയത്തിൽ എന്നോട് കൽപ്പിക്കുന്നത് കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു പോയി, ഞാൻ ഓർത്തുപോയി, അവർക്ക് അനന്തരാവകാശങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറ്റും. ആലോചിച്ചോ സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. എല്ലാവരും തയ്യാറല്ലേ? സഹോദരന്മാരെ, ഇശാ ബാങ്ക് ഇവിടെ തന്നെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നമസ്കാരം ജമാഅത്തായിട്ട് നടക്കപ്പെടും. അള്ളാഹു നമ്മളെ എത്രയോ മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി. നിങ്ങളെ കബൂലാക്കട്ടെ. ഇത് ഒരു നാട്ടിന്റെ പ്രകാശമാണ്. അള്ളാഹു ഈ നാട്ടിനെ കബൂലാക്കട്ടെ. ഈ നാട്ടിന്റെ വലിയ റഹ്മത്താണ്. ഈ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ദുആ വരെ എല്ലാവരും ക്ഷമിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ കൊണ്ട് ദുആ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ക്ഷമിച്ചിരിക്കണം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്ന് മനുഷ്യൻ തമ്മിലുള്ള കടമകളെ വിട്ടുപോയതിന്റെ പേരിൽ, മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെ വിട്ടുപോയതിന്റെ പേരിൽ എല്ലാവരും വലിയ ഹമ്മിലാണ്, എല്ലാവരും വലിയ സങ്കടത്തിലാണ്. സഹോദരന്മാരെ, വഴി തർക്കങ്ങളുടെ പേരിൽ, അയൽവാസിയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ കേസുകൾ കുന്നുകൂടി കിടക്കാണ്. കോടതിയിൽ കേസുകൾ കുന്നുകൂടി കിടക്കാണ്. മുസ്ലിമീങ്ങൾക്ക് കോടതിന്റെ ആവശ്യമുണ്ടോ? കേസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ മിക്കവാറും അയൽവാസികൾ തമ്മിൽ തർക്കം എന്തായിരിക്കും? വഴിത്തർക്കമായിരിക്കും. എനിക്ക് വഴി വിട്ടിരുന്നില്ല. നമ്മൾ ഇസ്ലാമിന്റെ കോടതി ഒന്ന് പരിശോധിച്ചു നോക്ക്. ആദ്യം ഇസ്ലാമിന്റെ കോടതി ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമത്തിൽ എന്താണ് വിധി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിധി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നുണ്ട്, ഒരു രണ്ട് അയൽവാസികൾ തമ്മിൽ തർക്കിച്ചു. എന്താ തർക്കം? വഴിന്റെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആരാണോ വഴിക്ക് വേണ്ടി തർക്കിച്ചിട്ട് ആവശ്യപ്പെട്ട് വന്നത് അവർക്ക് നിങ്ങൾ എത്ര കൊടുത്തേക്ക്? 3 അടി. അല്ലെ? 3 അടി കൊടുത്തേക്ക്. 3 അടി പഞ്ചായത്തിന്റെ നിയമം. പഞ്ചായത്ത് നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിന്റെ നിയമം അതാണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ വഴിത്തർക്കം വന്നാൽ 3 അടി വിട്ടുകൊടുക്കും. 3 അടി ഇത്ര ഉണ്ടാവും. വണ്ടിയൊന്നും പോകാൻ ഒക്കത്തില്ല. ഇസ്ലാമിന്റെ വിധി അറിയോ? ആരാ നടപ്പിലാക്കേണ്ടത്? നമ്മൾ 3 അടി കൊടുക്കാതെ കേസ് കൊടുക്കല്ലേ? പിന്നെ ആരെയും നടപ്പിലാക്കേണ്ടത്? ഇസ്ലാമിന്റെ വിധി എത്ര പ്രകാശം, ദീനിന്റെ വിധി എത്ര പ്രകാശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിന്റെ അയൽവാസിയുമായിട്ട് നീ തർക്കത്തിൽ ഏർപ്പെട്ടാൽ നീ 7 മുഴം വിട്ടുകൊടുക്കണം. 7 മുഴം. ഒരു വണ്ടിക്ക് സുഖമായിട്ട് പോവാം. മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തോ? വയലുണ്ട്, ഇജ്തിമാഉണ്ട്, കൂടുന്നുണ്ട്, വയല് കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കേസ് ഇപ്പോഴും കിടക്കാൻ ഇത്ര അട്ടി. ഒരു വക്കീൽ എന്നോട് പറഞ്ഞു, കേസ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങളിപ്പോ കോടതിയിൽ സ്ഥലമില്ലാതായി ഫയലുകൾ വെക്കാൻ. ആലോചിച്ചു. എന്നിട്ട് ഓരോ ധൃതി കൂട്ടേണ്ട കേസിന് അതിവേഗത കോടതി എന്നൊക്കെ പറഞ്ഞു പുതിയ ഉണ്ടാക്കിയപ്പോ വേറെ വഴിയില്ല. കേസ് കിടക്കല്ലേ ചുമ്മാ. സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ, ഉമ്മത്ത് ദീനനുസരിച്ച് ജീവിച്ചാൽ കേസ് കിടക്കും. നിങ്ങൾ പറ, നിങ്ങൾ തീരുമാനിക്കും. തീരുമാനങ്ങൾ എടുത്തോ. തീരുമാനം അവരവരെടുത്താണ്. എല്ലാവരും ക്ഷമിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് ബാങ്ക് വിളിക്കും. ഇവിടെ ജമാഅത്തെ നിസ്കാരം നടക്കും. എല്ലാവർക്കും ദുആ കുശിപ്പിക്കുക. എല്ലാവരും അതേപോലെ ഇരിക്കും. ആരും എഴുന്നേക്കും.